കേരളം അങ്ങനെയാണോ? എങ്ങനെ മാറി? ഈ മാറ്റത്തിന്റെ പിറകിലെ ഏറ്റവും വലിയ ശക്തിയാരാ? ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ടാമതും ഭരണം കിട്ടിയപ്പോ CPM-നെ തകർക്കാനുള്ള സകല ഗൂഢാലോചനയുമായി വരുന്ന കൂട്ടരെ ഈ കേരളം എങ്ങനെ മാറി? ഇന്ത്യയിൽ കേരളത്തിന്റെ മാറ്റത്തിന്റെ പിറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഈ കേരളത്തിൽ പാവങ്ങളുടെ പടത്തലവൻ AKG-യും കമ്മ്യൂണിസ്റ്റുകാരന്റെ ആചാര്യൻ സഖാവ് EMS-ഉം ഒക്കെ പടപൊരുതി ഈ കേരളത്തെ സൃഷ്ടിക്കുമ്പോ ഈ കേരളം ഇന്നത്തെ കേരളമാക്കാൻ വേണ്ടി പടപൊരുതിയ ഏറ്റവും ഉജ്ജ്വലമായ സമരങ്ങളുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യം, നാരായണ ഗുരുവും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും ഭക്തടാനന്ദനും ഒക്കെ നവോത്ഥാന നായകന്മാർ, അവരാണ് ഈ മാറ്റങ്ങളുടെ കാരണം എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. എന്നെ കേൾക്കുന്നവരോട്, നവോത്ഥാനം കൊണ്ട് മാത്രം മാറിയോ കേരളം? നവോത്ഥാനം കൊണ്ട് മാത്രമാണോ ഇന്ത്യയിലെ ഈ മാറ്റങ്ങൾ കേരളത്തിൽ മാത്രം ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ നവോത്ഥാനം കേരളത്തെ പോലെയോ കേരളത്തെക്കാൾ സ്ട്രോങ്ങോ ആയിട്ടുള്ള നവോത്ഥാന സമരം പല സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് മാറിയില്ല? ആ മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം നവോത്ഥാനത്തിന്റെ സ്വപ്നങ്ങൾക്ക് തുടർച്ചയുണ്ടായ നാടാണ് കേരളം. അതുകൊണ്ടാണ് കേരളത്തിൽ 1957 ഏപ്രിൽ മാസം 5-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന് ഏപ്രിൽ മാസം 11-ന് കേരളത്തിന്റെ നിയമസഭയിൽ മലയാളത്തിന്റെ പ്രിയ കവി, പ്രിയപ്പെട്ട ചങ്ങമ്പുഴ അദ്ദേഹത്തിന്റെ വാഴക്കുലയിൽ പാടിയ വരികളിലെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പറഞ്ഞ ആ പതിതരുടെ വെട്ടയാടപ്പെട്ട മനുഷ്യന്റെ പിന്മുറ 57 ഏപ്രിൽ മാസം 11-ന് കേരള നിയമസഭയിൽ ഒരു നിയമം ഓർഡിനൻസിന്റെ രൂപത്തിൽ വന്നു. അതാണ് കുടിയിറപ്പ് നിരോധന ഓർഡിനൻസ്. കുടിയിറപ്പ് നിരോധന ഓർഡിനൻസ് കേരളത്തിലുണ്ടായി. പൊതുവിദ്യാഭ്യാസ നിയമം കേരളത്തിലുണ്ടായി. ഇപ്പൊ സഖാവ് സരിനെ പാലക്കാട് മത്സരിപ്പിക്കുമ്പോ നമ്മുടെ നാട്ടിലെ ചില വിശാല ബുദ്ധിജീവികൾ, ചില സ്വതന്ത്രർ, ചില ഇടതുപക്ഷ നന്നാക്കികൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഫേസ്ബുക്കിലൊക്കെ. നിങ്ങൾ ഇപ്പോഴും പഠിച്ചില്ലേ? ആൾക്കാർ പറയാണ്, നിങ്ങൾ സഖാക്കളെ ഇപ്പോഴും പഠിച്ചില്ലേ? അൻവർ പോയി, ഇനിയും സ്വതന്ത്രന് സീറ്റ് കൊടുക്കുക, ഇതല്ലേ ചോദ്യം. എന്നാ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന ആദ്യത്തെ സ്വതന്ത്രനല്ല PV അൻവർ. ഇതിനു മുമ്പും സ്വതന്ത്രനുണ്ടായിട്ടുണ്ട്. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത് തടയാൻ അന്നത്തെ സ്വതന്ത്രരെ, അന്നത്തെ ഗവർണർ ഒറ്റക്കൊറ്റക്ക് വിളിച്ച് അവരെ ഈ ഗവൺമെന്റിന്റെ പിന്തുണയിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും അന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടെത്തിയ സ്വതന്ത്രനുണ്ട്. അത് PV അൻവറോ മഞ്ഞളാംകുഴി അലിയോ മാത്രമല്ല. ആ സ്വതന്ത്രന്റെ പേര് കേട്ടാൽ കേരളം അഭിമാനത്തോടെ എണീറ്റു നിൽക്കും. അതിലൊരാളുടെ പേരാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. അതിൽ മറ്റൊരാളുടെ പേരാണ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടെത്തിയ സ്വതന്ത്ര മന്ത്രിമാർ അവരാണ് 1957 ജൂലൈ മാസം 13-ാം തീയതി കേരള നിയമസഭയിൽ പൊതുവിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നത്.